Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. ഇത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയുടെ പൊടിയായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 തണ്ട് വേപ്പിലയുടെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വേപ്പിലിട്ടാൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. വിസിലും വാഷറും വേണം. ഒരു 5 വിസിലിന് വേണ്ടിയിട്ടാണ് വേവിക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. നമ്മളിപ്പോൾ 5 വിസിലിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഇതിന് ശേഷം ഫുൾ ഗ്യാസ് പോയതിന് ശേഷമാണ് കുക്കർ തുറന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊട്ടി വരുന്നുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ ബീഫ് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ട വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബീഫ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് വെക്കേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഒരു ഫുൾ കുടം, വലിയ കുടമാണ് കേട്ടോ. നാട്ടിലത്തെ ആണെങ്കിൽ 2 കുടം വെളുത്തുള്ളി എടുക്കുക. ഇതിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ വേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫ് ഫുള്ളായിട്ട് ഫ്രൈ ആവുന്നതിൻ്റെ ഒപ്പം നമ്മുടെ വെളുത്തുള്ളിയും വേപ്പിലും കൂടി ഒന്ന് ഫ്രൈ ആവുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും വേപ്പിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവപ്പൊടി 3/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇടാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഇടണം. നല്ല എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ബീഫ്. പിന്നെ ബാക്കി നമ്മുടെ അച്ചാറിൻ്റെ പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ ഇതിന് കിട്ടും. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുക. മസാല ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വിനീഗറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഇവിടെ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.